ഹായ് പ്രിയപ്പെട്ടവരെ, കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് പെരുമ്പിലാവ് ചന്തയിലാണ്. മലപ്പുറം തൃശ്ശൂർ ബോർഡറായിട്ടുള്ള ഏകദേശം പെരുമ്പിലാവിൽ ഒറ്റപ്പിലാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്തയുള്ളത്. കേരള ഫാം ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. കൗതുകം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ലെയറുകളായിട്ട് തട്ടുകളായിട്ടാണ് നമ്മുടെ ഈ ചന്ത ഉള്ളത്. ആദ്യം ഒരു പ്രത്യേക ഭാഗത്ത് വലിയൊരു ഷെഡോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ തൊട്ട് താഴെയുള്ള ഫസ്റ്റ് ലെയറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പോത്തുകൾ, ഭീമൻ വലിപ്പമുള്ള വലിയ പോത്തുകൾ. പിന്നെ ഈ ഷെഡാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനസ്സിലായല്ലോ. പിന്നെ താഴോട്ട് കാളകൾ, പോത്തുകുട്ടികൾ, മൂരികൾ, ഇങ്ങനെ ഓരോ തട്ടിൽ ഓരോ കച്ചവടമായിട്ട് ഇങ്ങനെ പോവാണ്. താഴെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ റോഡ് വരുന്നത്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ താഴെയുള്ള പോത്തുകളെ കവർ ചെയ്ത് വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഷെഡിലേക്ക് കച്ചവടക്കാരായിട്ടും അതുപോലെ മാറ്റി കെട്ടിയ കുറച്ച് പോത്തുകളൊക്കെ ഉണ്ട്. അവയ്ക്കൊന്ന് കണ്ടിട്ട് ആദ്യത്തെ വീഡിയോ അങ്ങനെ കവർ ചെയ്യാമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു 2-2.5 കിൻഡൽ വരുന്ന പോത്തുകളാണ് അവിടെ കച്ചവടക്കാർ നിൽക്കുന്നത്. പിന്നെ കുറച്ച് താഴെ നിന്നൊക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് കെട്ടി വെച്ചിട്ടുള്ള മാറ്റി കെട്ടിയ കുറച്ച് പോത്തുകളുണ്ട്. ഇവിടെ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ എനിക്ക് തോന്നുന്ന ഒരു ജാഫറാബാദി അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എൻ്റെ കൊമ്പും തലയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്താ അവർ ചെയ്യുന്നത് നോക്കാം. അതൊക്കെ മലപ്പുറം ഭാഗത്തേക്ക് പോകാനുള്ള കന്നുകളാണ്. അത് ജാഫറാബാദി അല്ല തോന്നുന്നു. വലിയ പെരടിയുള്ള വലിയ വലിപ്പമുള്ള നല്ല പോത്തുകൾ തന്നെയാണ്. ഒരുത്തൻ എമ്മ കൂടി നോക്കുന്നുണ്ട്, ഇക്ലിയാക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ മൂപ്പര് മൈൻഡ് ചെയ്യുന്നില്ല. അതിനെ എണീപ്പിച്ചിട്ട് അതിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് കാണാണ്. അവിടെ കിടക്കുന്ന ആളെ 3 കൂടിയും കുത്തിപ്പിടിച്ച് എണീപ്പിച്ചു അതിനെ. എന്നിട്ടിപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള ഫാം ആദ്യമായിട്ടാണ് നമ്മുടെ പെരുമ്പിലാവ് ചന്തയിലെത്തുന്നത്. വെയിൽ കായുന്ന 2 ആൾ കണ്ടോ പുറത്ത്. ഇനി കൗതുകമെന്ന് പറയുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. അത് കുറച്ച് പോത്തുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ മേലെ കൊക്കിക്കാളകളായിട്ടുള്ള 2-3 ആളുകളുണ്ട്. ഇതൊക്കെ ഒരു ആവറേജ് വലിപ്പത്തിൽ വാങ്ങി കെട്ടിയ വലിയ പോത്തുകൾ തന്നെയാണ്. ആവറേജ് വലിപ്പമുള്ള കന്നുകൾ തന്നെയാണ്. ഇനി അവിടെ കുറച്ച് വെള്ള നിറത്തിൽ കാണുന്ന ഏകദേശം കൊക്കിക്കാളകളായിട്ടുള്ള 1-2 പേരുണ്ട്. അതിനുശേഷം നമുക്കൊരു കൗതുകമെന്ന് പറയാൻ വയ്യ, പക്ഷേ വലിയ കുറച്ച് രാജാക്കന്മാർ, വലിയ ആളുകളെ പരിചയപ്പെടാനുള്ളൊരു വീഡിയോ കൂടിയാണിത്. നമുക്ക് നോക്കാം. ഇതൊക്കെ സാധാ കൊക്കിക്കാളുകൾ 3-4 ഇനി പെരുമ്പിലാവ് ചന്തയിൽ തന്നെ കണ്ട വലിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. 10-15 ആൾക്കാർ. വലിയ പോത്തുകൾ 6 കിൻഡൽ 5 കിൻഡലൊക്കെ ഉള്ള അവരെ പരിചയപ്പെടുത്താറുള്ളൂ. ഇപ്പോൾ ഈ 2 നമ്പർ 4 ഒക്കെ എഴുതിയതൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം 4 കിൻഡൽ ഒക്കെ ആ വലിപ്പം വരുന്ന തരത്തിലുള്ളതാണ്. അവർ ഇവിടെ എണീറ്റ് നിൽക്കുന്നു. ഇപ്പോൾ കൊണ്ടുവന്ന് കെട്ടിയിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഒരു ആവറേജ് പോത്തുകൾ. ആവറേജ് അല്ല, വലുത് തന്നെയാണ്. ഇനി വലിയത് എന്ന് തോന്നിയത് അല്ലെങ്കിൽ ചന്തയിൽ തന്നെ എടുത്തു കാണത്തക്ക രീതിയിലേക്ക് വാങ്ങിയ, ഇതിപ്പോൾ മലപ്പുറം വെള്ളോമ്പുറം ടീം വാങ്ങി ഇങ്ങനെ മാറ്റിക്കെട്ടുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഭായിമാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ മലപ്പുറത്തുകാർ നടത്തുന്ന ഒരു ബിസിനസ്സാണ്. അവരുടെ കയ്യിൽ നിന്ന് വെള്ളംപുറം ടീം വാങ്ങിയിട്ട് മാറ്റിക്കെട്ടിയതാണ്. ഒരുത്തത് അവിടെ റെസ്റ്റിലാണ്. ദൂര യാത്ര കഴിഞ്ഞൊക്കെ വരികയല്ലേ. അപ്പോൾ തലയൊക്കെ ചായച്ച് വെച്ച് നല്ല കിടത്തിലാണ്. തൊട്ടപ്പുറത്ത് അവിടെ ഒരു ക്രഷറാണ്. അതങ്ങനെ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് മാറ്റി ചെയ്യാൻ സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു ക്രഷറിൻ്റെ. ഇവിടെ നോക്കുങ്ങൾ 6 കിൻഡൽ ഇറച്ചി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്താ അപ്പം അതിൻ്റെയൊക്കെ വലിപ്പം. പുറത്ത് കയറി പന്തളിക്കുള്ള ഗ്യാപ്പുണ്ട്. മുറ തന്നെ, ഹരിയാന മുറ അങ്ങനെ തന്നെ കാണാം. അടിപൊളിയായിട്ടുള്ള വലിയ, അത് വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെ വിവരിച്ച് തരാനുള്ള വലിപ്പം തോന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഒരു തുമ്പിക്കൈൻ്റെ കുറവുണ്ട്. ആന തന്നെ എടുപ്പാണ്. ഇതൊക്കെ നോക്കുങ്ങൾ എന്താ ഫിനിഷിങ് പുറം ഉണ്ടോ.
കയറി കിടക്കാം. ഇതാ മൂന്നാമത്തെ ആൾ ഒക്കെ എണീറ്റ് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് അവരൊക്കെ കിടന്നത്. പിന്നെ ഞാനതിൽ എന്താ പറയുക, എണീപ്പിക്കാൻ നിന്നിട്ടില്ല. കാരണം അവർ റെസ്റ്റിലല്ലേ, നമ്മൾ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട്. ഒക്കെ 1-1.5 10ാം നമ്പർ ജേഴ്സി അടിച്ചിട്ടുള്ള ആൾക്കാരാണ് ഒക്കെ. 4 വെള്ളോമ്പുറത്തേക്ക് വണ്ടി കയറാനുള്ളതാണ്. അടിപൊളി കന്നുകളാണ്, ഒന്നും പറയാനില്ല. ഇനി നെയ്യിൻ്റെ കാര്യം ഒന്നും നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും തൂക്കം ഒരു രക്ഷയില്ല. 5ൻ്റെ മേലെ ഉറപ്പായിട്ട് തന്നെ നമുക്ക് കാണാം. ഇതാണ് മേൽഭാഗത്തുള്ള ഷെഡിലുള്ള കാഴ്ചകൾ. ഇനി താഴോട്ട് ഇങ്ങനെ പോകുന്തോറും തട്ടുകളായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പോവുകയാണ്. പെരുമ്പിലാവ് ചന്തയുടെ ഒരു പ്രത്യേകതയായിട്ട് ലെയറായിട്ട് കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ചുരം കയറുന്ന പോലെ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും കയറിയിട്ടാണ് ചന്തയുടെ മേലെത്തുന്നത്. അമ്പന്മാരിപ്പോൾ നമ്മൾ നടന്ന് കണ്ടു. നമുക്ക് താഴോട്ടാണ് നീങ്ങാനുള്ളത്. താഴോട്ട് നീങ്ങുമ്പോൾ ഈ ഒരു ഷെഡ് തന്നെ വലിയ വലിപ്പത്തിൽ തോന്നി. വൈക്കോലൊക്കെ നിറച്ചിട്ട് ഒരു ടീം വർക്കായിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അല്ലാത്ത പക്ഷം ഇങ്ങനെ എല്ലാവർക്കും കൊണ്ടൊന്ന് കെട്ടാനും കാര്യങ്ങളൊന്നും സാധ്യത കുറവാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നോക്കാം. വലിയ എരുമകളും അതിനിടയിലുണ്ട്. നമ്മളങ്ങനെ താഴോട്ട് പോയി. ഒക്കെ റെസ്റ്റിലാണ്. വലിയ വലിപ്പമുള്ള തന്നെ, അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മൾ പോയ കുറേ ചന്തകളുണ്ട്. വലിയ പോത്തുകളുടെ ഒരു കൂട്ടം തന്നെ ഈ നമ്മുടെ പെരുമ്പിലാവ് ചന്തയിൽ കാണാൻ സാധിച്ചു. വലുതിൻ്റെ കൂട്ടം ചാകര എന്ന് വേണമെങ്കിൽ പറയാം. പൊതുവെ കുട്ടികളും ചെറിയ പോത്തുകുട്ടികൾ അതുപോലുള്ള മൂരിക്കുട്ടികളാണ് പൊതുവെ ചാകരയായിട്ടുണ്ടാവാറുള്ളത്. ഇത് വലിയ വലിപ്പമുള്ളത് തന്നെ, പ്രത്യേകിച്ച് 2.5-3 കിൻഡലിൻ്റെ മേലേക്ക് തന്നെയുള്ള 100 കണക്കിന് പോത്തുകൾ ഈ ചന്തയിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു വിൽപ്പനക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ 10ഓളം പോത്തുകളെയാണ് നിരത്തി വെച്ച കാഴ്ച. പിന്നീട് നമ്മൾ കാണുന്ന താഴേക്കുള്ള ലുക്കുകൾ കണ്ടോ, ലെയറായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ താഴെ ഉൾപ്പെടുത്തുന്നില്ല. ഈ ഒരു ലോങ് വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് വലിയ പോത്തുകളുടെ ഷെഡിലുള്ള 1ാമത്തെ ലെയറിലുള്ള ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു കച്ചവടക്കാരൻ നമ്മൾ തുടങ്ങിയത് ആ ഭാഗത്തു നിന്നായിരുന്നു ഇന്നത്തെ വീഡിയോ. ഏതായിരുന്നാലും ഇന്നത്തെ ഈ ലോങ് വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കേരള ഫാമിൻ്റെ ഓരോ ദിവസത്തെയും 3 വീഡിയോയോളം, അഥവാ ഒരു വലിയ വീഡിയോ 2 ഷോർട്സുകളായിട്ട് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.